ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ നരസിംഹ ടെമ്പിൾ എന്ന് പറയുന്നത്. നരസിംഹ ടെമ്പിൾ എന്ന് പറയുമ്പം ഇവിടുത്തെ ഹംപിയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് വരുന്നത്. ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും ആനയ്ക്ക് ഇതൊരു തണുപ്പാണ്. ഇത് ഈ സ്റ്റോൺസിലൊക്കെ തൊടുമ്പോണ്ടല്ലോ നല്ല തണുപ്പ്. ഇവിടെ എന്നെ പിടിച്ചു ട്രൈപ്പോഡ് വെച്ചതിന്. ചേച്ചിയുടെ ഒരു കാര്യം, ഇവിടെ എല്ലായിടത്തും ഒരു നിർത്തിയേക്കും കേട്ടോ ട്രൈപ്പോഡ് വെക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. ആക്ച്വലി ട്രൈപ്പോഡ് വെക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല, അവർ ക്ലീൻ ചെയ്യാനായിട്ട് നിർത്തിയേക്കുന്നതാണ്. പക്ഷേ അവർ ഹംപിയുടെ ഒരു മെയിൻ സ്പോട്ട് എന്നൊക്കെ പറയാവുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്നാണ്. ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹംപിയിലെ ഏറ്റവും വിശ്വപ്രഖ്യാപിതമായെന്നൊക്കെ പറയാവുന്ന ലോട്ടസ് മഹൽ. ഇതിന് ഈ പേര് വരാൻ കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർ വന്ന് പുറകെ വന്നിരിക്കും, അല്ലെങ്കിൽ മുമ്പിൽ വന്നിരിക്കും. അവരെ എങ്ങനെയെങ്കിലും വന്നിരിക്കുന്നത് കേട്ടോ നരസിംഹ ടെമ്പിൾ എന്ന് പറയുന്നത്. നരസിംഹ ടെമ്പിൾ എന്ന് പറയുമ്പം ഇവിടുത്തെ ഹംപിയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് വരുന്നത്. ഇതെല്ലാം ശരിക്കും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ട് നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് ഭാവിയിലോട്ട് സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുമ്പിൽ തന്നെയാണ് ഈ കാണുന്നതാണ് നരസിംഹ ടെമ്പിൾ. ഇതിന് ആക്ച്വലി 3 പേരുകളാണ് വരുന്നത്. യോഗ നരസിംഹ, ലക്ഷ്മി നരസിംഹ, പിന്നെ നരസിംഹ. വേറൊരു പേരൂടെ പറഞ്ഞു, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു. എനിവേ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് വരുന്നത്. ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പണിതിരിക്കുന്നത് 13ഉം 14ഉം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഇതിനെ ഏറെ പ്രത്യേകതയുള്ളതാക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം ശരിക്കും നമ്മളെ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ശരിക്കും സ്വത്താണ് ഇതൊക്കെ. ഒരുപാട് നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാര്യത്തിലൊന്നും ഒരു കുറ്റം പറയാനില്ല. പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളും കാര്യങ്ങളുമൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു ആവശ്യകതയെ കൂടെ ഈ സമയത്ത് എടുത്തു പറയുക. നരസിംഹ ടെമ്പിളിനോട് തന്നെ ചേർന്നാണ് ഒരു ഭീമൻ ശിവലിംഗം ഉള്ളത്. അത് ഏകദേശം ഒരു 10 അടി മുകളിലായിട്ടാണ് ഈ ശിവലിംഗം നിൽക്കുന്നത്. അത് ഒരു വെള്ളത്തിലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു 10 അടി താഴ്ചയിലോട്ട് തന്നെ, അത്രയും തന്നെ താഴെയും അതുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും ഇതൊരു ഭീമൻ ശിവലിംഗം എന്നൊക്കെ പറയല്ലേ, അതുപോലെയാണ്. അവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലും നമ്മൾ വീഡിയോ ആയിട്ടങ്ങ് ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ചുറ്റും കൂടുക. കാരണം ഫോട്ടോ എടുക്കുന്നവരുടെ ഭയങ്കര തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ പൈസ ഇടുന്നവർ, അങ്ങനെ കുറേ ഇത് കേട്ടോ ഇപ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ അകത്തേക്ക് വെള്ളത്തിലോട്ട് അവർ പൈസ ഇടുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് നമുക്കത് കാരണം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അവരുടെ വിശ്വാസം. പിന്നെ ഇവിടെ ഹംപിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്നതും ഈ നരസിംഹ ടെമ്പിളും അതുപോലെ തന്നെ ഈ ശിവലിംഗം കേട്ടോ. ഈ ഒരു സറൗണ്ടിങ്സ് ബാക്കി എല്ലായിടത്തെയും പോലെ തന്നെ കല്ലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. കച്ചവടക്കാർ നിൽക്കുന്നു. ഇരിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെച്ചിരിക്കുന്നു. നല്ല ചൂടാണ്. പറ്റുവാണെങ്കിൽ ഒരു തൊപ്പി, സൺഗ്ലാസ്, സൺസ്ക്രീൻ്റെ തുടങ്ങിയവ നിർബന്ധമായിട്ടും ഹംപിയിൽ വരുമ്പോൾ കരുതേണ്ടതാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രശ്നമായിട്ട് ഒരു സ്ഥലത്ത് ഇവർ ട്രൈപ്പോഡ് വെക്കാൻ സമ്മതിക്കുകയല്ല. നമുക്ക് ഒന്ന് നിന്ന് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടുത്തെ വോളണ്ടിയേഴ്സ് ഓടി വരും. ട്രൈപ്പോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഞാൻ പറയും ഞാൻ പിന്നെ പെട്ടെന്ന് വെച്ചിട്ടുണ്ട്, ആണോ ഓക്കെ എന്ന് പറയും. നമ്മൾ തന്നെ ആകുമ്പോൾ അതൊരു ഭയങ്കര ഇഷ്യൂ ആകും കേട്ടോ. അല്ലേ കുറേ പൈസ കിട്ടായിരുന്നു, ഞാനൊരു ക്യാമറയും സെറ്റപ്പും ഒക്കെ ആയിട്ട് വന്ന് ഇതൊക്കെ നല്ല സ്റ്റൈലായിട്ട് നിങ്ങളെ കാണിച്ചു തന്നേനെ, നമ്മുടെ തൊടുപുഴയുടെയും മോട്ടറുടെയൊക്കെ വീഡിയോ കാണിച്ച പോലെ. പക്ഷേ അതിനുള്ള ബഡ്ജറ്റ് നമുക്കില്ല മോനെ. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് ഹംപിയുടെ ഒരു മെയിൻ സ്പോട്ട് എന്നൊക്കെ പറയാവുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്നാണ്. ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ നോർമൽ സർഫസിൽ നിന്ന് കുറേ താഴെയായിട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് 14ആം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ടെമ്പിളാണ്. ഇത് ശരിക്കും ഒരുപാട് കാലം 1985 വരെ ഇത് മറിഞ്ഞു കിടക്കുമായിരുന്നു. ഈ ഭാഗം മുഴുവൻ ഫോറസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രദേശമൊക്കെ നോക്കി കഴിയുമ്പോൾ അറിയാം, നിറയെ കാടും മണ്ണും ഒക്കെ ആയിട്ട് നിറയെ ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ 1985 ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കണ്ടെടുക്കുകയും പിന്നീട് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് 14ആം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 15ആം നൂറ്റാണ്ടിൽ വന്ന സമയത്ത് ഇവിടെ റോയൽ ഫാമിലിക്ക് മാത്രമായിരുന്നു ഇതിൻ്റെ അകത്ത് എൻട്രി ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ 85 നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ചതിന്
ശേഷമാണ് കോമൺ പീപ്പിളിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാട്ടോ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് നമ്മുടെ സർഫസിൽ നിന്ന് കുറേ താഴെയായിട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് വിസ്മയങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം, നമുക്ക് അതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ഇത് നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പം കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർ വന്ന് പുറകെ വന്നിരിക്കും, അല്ലെങ്കിൽ മുമ്പിൽ വന്നിരിക്കും. അവരെ എങ്ങനെയെങ്കിലും ക്യാമറയിൽ കിട്ടാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവർക്കത് മനസ്സിലാകുന്നില്ലേ, അതേ അവർക്ക് ആക്ച്വലിയാണോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അതില്ലാതെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ടൈം മൊത്തം കളയുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ എല്ലായിടും ഭയങ്കര ക്ലീനാണ് കേട്ടോ. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തൊരു ചപ്പോ ശവറോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കിടക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് മുഴുവൻ തേണ്ട മീനുകൾ ഇങ്ങനെ ചത്ത് കിടക്കുന്നു. അത് കാരണം ഭയങ്കര സ്മെല്ല്, പിന്നെ വവ്വാലും പറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ അകത്തേക്ക് കയറാനായിട്ട് ഒരു ചെറിയ പേടി. ആരെങ്കിലും വരുമോയെന്ന് നമുക്ക് നോക്കാം. വരുവാണെങ്കിൽ നമുക്കകത്ത് കയറാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വായു സഞ്ചാരം കുറഞ്ഞതിൻ്റെ ആയിരിക്കണം, കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഒപ്പം കയറാം. എനിക്ക് അതിൻ്റെ അകത്തേക്ക് തന്നെ കയറാനൊരു ചെറിയ പേടി. എന്തായാലും ഇതിൻ്റെ അകത്തൊരു ശിവലിംഗം ഉണ്ടെന്നും ആ ശിവലിംഗത്തിൻ്റെ ഹാഫ് പാർട്ട് നമ്മുടെ വെള്ളത്തിലും ബാക്കി ഹാഫ് പാർട്ട് മുകളിലുമാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒപ്പം വന്ന് എല്ലാവരും കയറിപ്പോയി. ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും വേറെ കുറച്ച് ബോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ കയറിപ്പോകാൻ എനിക്ക് ഈ ചേട്ടൻ വരുന്നുണ്ട്. ഇത് പുള്ളി ഒരു ഗൈഡാണ്. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ കൂടെ കയറിപ്പോകാം. ആ വന്ന ടൂറിസ്റ്റ് ഗൈഡ് ചേട്ടനാണെങ്കിൽ അവരെ അതിൻ്റെ അകത്തേക്ക് കയറ്റിയില്ല. അവരും ഒന്ന് തിരിച്ചു പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ കൊത്തുപണികളുണ്ട്. അതുപോലെ ഒരു നന്ദിയുണ്ട്. ആ നന്ദി ശരിക്കും ബ്ലാക്ക് സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ആ ബ്ലാക്ക് സ്റ്റോണ് ഹംപിയുടെ അല്ല, അത് ആന്ധ്രാപ്രദേശിൻ്റെയാണ്. അപ്പോൾ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ സംഭവങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. വേറെ 2 പേര് വരുന്നുണ്ട്. നമുക്ക് അവർ വരുവാണെങ്കിൽ അകത്ത് കയറാം. ഞാൻ ഇവിടം വരെ വന്നിട്ട് അതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടാണ്. അപ്പം എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു ഭയം കുഴപ്പമൊന്നുമില്ല, എന്നാലും തന്നെ കയറാനൊരു പേടി. ഇതുണ്ടോ ഈ ഭാഗങ്ങൾ, ഈ ഹംപിയുടെ ഒരു പ്രത്യേകത കേട്ടോ. എല്ലാം ഇങ്ങനത്തെ തൂണുകളാലാണ് ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും അല്ലെങ്കിൽ എല്ലാ കെട്ടിടങ്ങളും. ഇവിടുത്തെ മുകളിൽ വരെ ഇതിൻ്റെ മുകളിൽ വരെ അതിൻ്റെ കൊത്തുപണികളും അല്ലെങ്കിൽ ചുവർ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ലേ, അതുപോലത്തെ സംഭവങ്ങളാണ് കേട്ടോ ഹംപി മുഴുവൻ. ഇതാണ് ഞാൻ പറഞ്ഞ ആ നന്ദി, ബ്ലാക്ക് കളറിലുള്ള ഹംപിയല്ല നന്ദി. ഈ നന്ദിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് പറയുന്നു. പക്ഷേങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇതെല്ലാം അവർ ജസ്റ്റ് ഇപ്പം ടൂറിസ്റ്റിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രതിഷ്ഠ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ്സ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ശിവലിംഗം കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഭയങ്കര വവ്വാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പ്രോപ്പറായിട്ട് കാണാൻ എനിക്ക് പേടിയാണ്. വവ്വാൽ വല്ല കണ്ണി കുത്തിയാലെന്ന് ഓർത്ത്. പിന്നെ ഈ റൗണ്ടായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടെയാണ് ദേവദാസീസൊക്കെ ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഈ സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി അവിടെ മീനൊക്കെ ചത്ത് കിടപ്പുണ്ട്. അതെന്തുകൊണ്ടാണോ അത് ക്ലീൻ ആക്കാത്തത്? അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് കറക്റ്റായിട്ടുള്ള എന്താണ് നമ്മൾ ഓടാന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. അതൊക്കെ ആ സമയത്ത് ആര് പണിതോ, ഏത് എൻജിനീയറുടെ ബുദ്ധിയാണോ, അവരുടെ തലമുറകളൊക്കെ നമ്മുടെ ഇന്ത്യനെയും അല്ലെ ഹംപിനെയൊക്കെ കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തിക്കട്ടെ. അല്ലെങ്കിൽ അത്രയും ബുദ്ധിയുള്ള ആളുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രൗഡ്ലി അഭിമാനിക്കാം കേട്ടോ. ഇവിടെ എന്നെ പിടിച്ചു ട്രൈപോഡ് വെച്ചതിന് ചേച്ചിയുടെ ഒരു കാര്യം, ഇവിടെ എല്ലായിടത്തും ഒരു നിർത്തിയേക്കും കേട്ടോ ട്രൈപോഡ് വെക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. ആക്ച്വലി ട്രൈപോഡ് വെക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല, അവർ ക്ലീൻ ചെയ്യാനായിട്ട് നിർത്തിയേക്കുന്നതാണ്. പക്ഷെ അവർ ഒരു വിധത്തിലും നമ്മളെ ട്രൈപോഡ് വെക്കാനായിട്ട് സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സംരക്ഷകർ എന്നൊക്കെ പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരും ഉണ്ടാവും, അവരും പിടിക്കും. എനിക്ക് എല്ലാ സ്ഥലത്തും ഇന്ന് പിടിച്ചിട്ടുണ്ട് ട്രൈപോഡ് വെച്ചതിന്. എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ട്രിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കാശുകാരാകുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേക വീഡിയോയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരെയൊക്കെ വെച്ച് നമുക്ക് സെറ്റായിട്ട് വീഡിയോ എടുക്കാം. എന്തായാലും പെടുത്തു അയ്യോ, നല്ല തണൽ മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റും, നിറയെ തണൽ മരങ്ങളാണ്. ഞാൻ എന്തായാലും അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിൻ്റെ അവിടുന്ന് മുകളിലോട്ട് കയറി. ഇനി എന്തെങ്കിലും പുട്ടടിക്കണം,
ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോകാനുണ്ട്. അതുപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന കുടിവെള്ളമാണ്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഫില്ല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് കുടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇതൊരു ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സമയം ഏകദേശം 2 മണിയാകാറായി കേട്ടോ. ഞാൻ അവിടുന്ന് നടന്ന് ലോട്ടസ് മഹൽ എത്തി. ലോട്ടസ് മഹൽ എത്തിയപ്പോൾ അവിടുന്ന് കുറച്ചങ്ങ് നടന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കാവുള്ളൂ. പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം, പക്ഷേ അതിന് കുറേ പ്രൊസീജിയറാണ്. നമ്മുടെ ജാതകം വരെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. കുറേ വലിയ ഫോമൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തു. ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുമ്പം 35 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഭയങ്കര മിടുക്കാട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക്. ക്യൂവോ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ഇടിച്ചങ്ങ് കയറുക. ഞാനും ഇടിച്ച് കയറി. ഇങ്ങോട്ട് കാണിക്കുന്നത് തന്നെ അങ്ങോട്ട് കാണിച്ചേക്കാന്ന് ഓർത്തുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. എന്തായാലും ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കൗണ്ടർ എന്നാൽ അതിൻ്റെ അടുത്തെങ്ങാനും വെച്ചായിരുന്നു കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അതില്ല, ടിക്കറ്റ് കൗണ്ടർ 2 കിലോമീറ്റർ അപ്പുറേ വെച്ചേക്കുന്നത്. ചുമ്മാ പറഞ്ഞു കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അടുത്തത് കാരണം മടി കാരണം പറയുന്നതാ. നമുക്ക് അപ്പം ലോട്ടസ് മഹലിലോട്ടുള്ള ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലോട്ടസ് മഹലിൻ്റെ അകത്തേക്ക്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. നട്ടുച്ച സമയമാണ്, ബട്ട് സ്റ്റിൽ ആളുകൾ ഒത്തിരി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇതിൻ്റെ ആ സീസൺ മാറും. ഭയങ്കര ചൂടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് എന്നിട്ട് കുട്ടികളുടെ പരീക്ഷയാണെങ്കിൽ പോലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒന്നും അല്ലെന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾ അവിടുന്ന്, പിന്നെ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഫോറിനേഴ്സും ഉണ്ട്. ഇൻഡോ ഇസ്ലാമിക് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോംപ്ലക്സിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ശരിക്കും ലോട്ടസ് മഹൽ വരുന്നത്. ഇവിടെ റാണിമാരുടെ ഒരു സംഭവമായിരുന്നു, എന്താ പറയുക, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നതായിരുന്നു എന്ന് പറയുന്നു. മനോഹരമായ ഗാർഡനുകളും അതുപോലെ ഇവിടുത്തെ ഒരു സ്ട്രക്ചറുകളൊക്കെ ആണെങ്കിലും ഇൻഡോ ഇസ്ലാമിക് രീതിയിലാണ് വരുന്നത്. അതിൻ്റെ വാതിലുകൾ, ചെറിയ വാതിലുകൾ ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും തിരിയുന്ന രീതിയിൽ അങ്ങനെ കുറേ ഹിസ്റ്ററികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻ പാലസ് ആണ് നമ്മൾ ആദ്യം കയറി കാണാൻ പോകുന്നത്. അതായത് ക്യൂൻ പാലസിൻ്റെ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ മഹാറാണിമാർ മാത്രം, അല്ലെങ്കിൽ അവരുടെ തോഴിമാരും മഹാറാണിമാരും മാത്രം താമസിച്ചിരുന്ന സ്ഥലം 14-ാം നൂറ്റാണ്ടിൽ. ക്യൂൻസ് ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിന് ശരിക്കും ആർക്കിയോളജിക്കലായിട്ട് ശരിക്കും പ്രൂഫൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എനിവേ ഇത് ക്യൂൻസ് ബേസ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ അത് കണ്ടോ, അത് അവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആ കാണുന്നതാണ് വാച്ച് ടവർ. ഇവിടുത്തെ എന്തെങ്കിലും ശത്രുക്കളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ റാണിമാർക്ക് ബാക്കി കാര്യങ്ങൾ ഒക്കെ ഇവിടുത്തെ കാണാനായിട്ടൊക്കെ വെച്ചിരുന്ന ഒരു വാച്ച് ടവറാണ് നമ്മുടെ ആ കാണുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പറയുള്ളത് ബേസ്മെൻറ്റ്. ഇത് ഒരുപാട് സംഭവങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോയി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു കടന്നുകയറ്റത്തിൻ്റെ സമയത്ത് ശരിക്കും വിജയനഗര ഈ ഒരു നഗരം അവരൊരുപാട് തകർത്തു കളഞ്ഞു എന്നാണ് ഇപ്പം ഞാനവിടെ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്. അവരുടെ ഒരു കടന്നുകയറ്റം ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കിയ ആ ഒരു രീതിയിലാണ് അവർ പറയുന്നത്. നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പം ഇതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മുടെ ഹംപിയിലെ ഏറ്റവും വിശ്വപ്രഖ്യാപിതമായെന്നൊക്കെ പറയാവുന്ന ലോട്ടസ് മഹൽ. ഇതിന് ഈ പേര് വരാൻ കാരണം ഇതിൻ്റെ ചിത്രകലകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവാടമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഒരു താമരയുടെ ആകൃതിയിലാണ്. ഇത് ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഗോൾഡൻ ഏജിൽ അല്ലെങ്കിൽ ഒരു അവരുടെ ഏറ്റവും സമൃദ്ധിയിൽ നിന്ന സമയത്ത് രാജ്ഞിമാർക്കായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകം ഭയങ്കര തണുപ്പാണ്. നാച്ചുറൽ സ്റ്റോൺസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ ഇതെല്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുവാണ്. ശരിക്കും രാജ്ഞിമാരുടെ ഒരു ഉല്ലാസത്തിനൊക്കെ വേണ്ടി നിർമ്മിച്ചിരുന്ന ഒരു കെട്ടിടമാണ് ലോട്ടസ് മഹൽ എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു ഗോൾഡൻ എറയിൽ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സമ്പന്ന കാലത്ത് പണിത ഒരു കെട്ടിടമാണ് ലോട്ടസ് മഹൽ എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പലതരം ആക്രമണങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ദഖൽ സുൽത്താൻമാരുടെ ആക്രമണത്തിൽ ഈ ഒരു വിജയനഗര സാമ്രാജ്യം കംപ്ലീറ്റ് ആയിട്ട് തകർന്നുവെങ്കിലും ഈ ലോട്ടസ് മഹലൊക്കെ ഭാഗികമായിട്ടാണ് തകർത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി പരിവേഷമാണ് നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മോൾ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസ് കാണാം. അപ്പോൾ എനിക്ക് അന്നത്തെ സ്ത്രീകൾ അല്ലെ രാജ്ഞിമാർ പുറത്തേക്ക് നോക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന വിൻഡോസും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. നമുക്ക് പുറകെ നോക്കുമ്പോൾ തന്നെ കാണാൻ കുറേ വെള്ളക്കാർ അല്ലെങ്കിൽ സൈപ്പന്മാരും മതാമ്മമാരും ഒക്കെ പോകുന്നുണ്ട്. ഇനി എന്തെങ്കിലും അടിച്ചു മാറ്റാനുണ്ടോ എന്നാണ് നോക്കുന്നതെന്ന് അറിയില്ല. ജസ്റ്റ് ഓക്കിങ് കേട്ടോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു കാര്യം ഇനി എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ വരുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ ലോട്ടസ് മഹൽ എന്ന് പറയുന്നത്.
ഇത് 24 സ്ക്വയർ തൂണുകൾ കൊണ്ടാണ് ഈ ലോട്ടസ് മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എവിടെ നിന്ന് നോക്കിയാലും, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഒരു താമരപ്പൂവിൻ്റെ രീതിയിലാണ് ഇത് കാണുന്നത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗമാണെങ്കിലും ഒരു താമരയുടെ രീതിയിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ശരിക്കും അന്നത്തെ ആ ഒരു സമയത്തെ ഏറ്റവും മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലക്ഷറി ബിൽഡിംഗ് അങ്ങനത്തൊക്കെ പറയില്ലേ, അതായിരുന്നു ലോട്ടസ് മഹൽ. ഇതാട്ടോ രാജ്ഞിമാരുടെ സമയത്തെ ഒരു വാച്ച് ടവർ എന്ന് പറയുന്നത്. അതെ, ഇതിൻ്റെ മുകളിൽ നിന്നിരുന്നത് മുഴുവൻ സ്ത്രീകളായിരുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളായിട്ടുള്ള യോദ്ധാക്കളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഈ കാണുന്നത് ഒരു രാജകൊട്ടാരം അല്ലെങ്കിൽ രാജ്ഞിമാരുടെ ഒരു കൊട്ടാരമായിരുന്നു. അപ്പം ഈ ഒരു ഗാർഡനൊക്കെ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ഭംഗിയിലായിരുന്നു എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ലോട്ടസ് മഹൽ ആണെങ്കിലും ആ സമയത്ത് ഇവിടെ പാട്ടുകളും നൃത്തങ്ങളും അതുപോലെ സ്പായ് തുടങ്ങിയ സകല കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്ന ഒരു സ്വർഗത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇതെന്നാണ് ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞത്. ആണ് പണ്ട് കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ സമയത്ത് ആനകളെ പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാകട്ടോ ഇത് കണ്ടോ. ഓരോ ആനകൾക്കും ഓരോ ഗേറ്റാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ ആനകൾക്കുള്ള ഗേറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് ഓരോ സെപ്പറേറ്റ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് പോലും സെപ്പറേറ്റ് റൂമില്ല, പക്ഷേ അന്ന് ആനകൾക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും ആനയ്ക്ക് ഇതൊരു തണുപ്പാണ്. ഇത് ഈ സ്റ്റോൺസിലൊക്കെ തൊടുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പ്. ശരിക്കും ആനയ്ക്ക് തണുപ്പ് വേണ്ട ജീവിയാണ്. അതെപ്പോഴും കാട്ടിലൊക്കെ ആണെങ്കിലും തണുപ്പ് ആവശ്യമുള്ളൊരു ജീവിയാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് അവർ മനസ്സിലാക്കിയിട്ട് ഇതുപോലത്തെ ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു റൂം ആനകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു വാതിൽ കേട്ടോ, ഇത് ശരിക്കും പാപ്പാൻ അല്ലെങ്കിൽ അതിനെ നോക്കുന്ന ആളുകൾക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു വാതിലായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ സോ കോൾഡ് ആനപ്രേമികൾ നമ്മൾ വെയിലത്തിട്ട് അതുങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുമ്പം അന്നത്തെ ആൾക്കാർ 13ഉം 14ഉം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകൾ ആനകൾക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു റൂം വെൽ എക്യുപ്പൈഡ് ആയിട്ട് അവർക്ക് തണുപ്പ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തെന്ന് പറയുമ്പം ശരിക്കും ഇതിനെയൊക്കെയാണ് ഹാർട്ട്സ് ഓഫ് സല്യൂട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാണുന്ന സ്റ്റേജ് കണ്ടോ, ഈ സ്റ്റേജിലാണ് അന്നത്തെ കാലത്ത് പറയുന്ന നമ്മുടെ ഡാൻസുകളും പാട്ടുകളും അങ്ങനത്തെ പ്രോഗ്രാമുകളെല്ലാം നടത്തിയിരുന്നത്. അപ്പം ആ പ്രോഗ്രാമുകളെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജ്ഞിമാർക്കൊക്കെ കാണാനുള്ള ഒരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഹംപി ഉത്സവം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷമായിട്ടാണ് ഇവിടെ നിറയെ കസേരകളും എല്ലാം ഇട്ട് ആ ഒരു രീതിയിൽ ഇവർ നന്നായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറയണത് എത്ര തപ്പിയാലും തീരില്ല കേട്ടോ, അതുപോലെയായിരിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പോകുന്നത് ക്യൂൻസ് ബാത്തിലോട്ടാണ്, പുഷ്കരണി. പണ്ടത്തെ കാലത്ത് രാജ്ഞിമാർ കുളിച്ചിരുന്ന സ്ഥലം. അത് ഭയങ്കര അവരുടെ ആ ഒരു പ്രൗഢി കാണിക്കാനായിട്ട് ചെയ്തിരുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അതും കൂടെ കാണാം. അപ്പം ഇതെല്ലാം തന്നെ ഇവിടെ പല പല പ്രോഗ്രാംസുകളും ഡാൻസുകളും പാട്ടുകളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുപോലെ അതാ കാണുന്നതാണ് പുഷ്കരണി എന്ന് തോന്നുന്നു. അവിടെ ആളുകളൊക്കെ മോളിൽ കയറി നിൽപ്പുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഇതാണ് ക്യൂൻസ് ബാത്ത് കേട്ടോ, ഇതാണ് ക്യൂൻസ് ബാത്ത്. ഇവിടെയാണ് രാജ്ഞിമാർ കുളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്ന സ്റ്റെപ്സ് വഴി അവർ ഇറങ്ങിയിട്ട് കാണുന്ന സ്റ്റെപ്സോടെ നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്സ് വഴി ഇറങ്ങിയിട്ട് ഇവിടെയാണ് അവർ കുളിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്ന വിൻഡോസ് ഉണ്ടല്ലോ, ഈ വിൻഡോസ് ത്രൂ ആണ് അവർക്ക് വേണ്ട തൈലങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളല്ല, അവരുടെ ആയുർവേദിക് കൂട്ടുകളും ഫേഷ്യലിന് വേണ്ട സാധനങ്ങളും പിന്നെ പെർഫ്യൂംസും എല്ലാം ഇവിടുത്തെ തന്നെ ഈ കാണുന്ന തറയിൽ അരച്ച്, ഈ കാണുമ്പോൾ തറ നമുക്കറിയാം അതിങ്ങനെ കുഴിഞ്ഞിട്ടുണ്ട്. ആ അരച്ചതിൻ്റെ ഇതാണ് അവിടെ ഓരോ ഭാഗവും കുഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കൈകൊണ്ട് അരച്ച് അവർ ഈ ഒരു വിൻഡോ വഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇത് കേട്ടോ, ഇതാണ് അക്യുഡേറ്റ്. ശരിക്കും വെള്ളം വരാനായിട്ട് അന്നത്തെ സമയത്ത് ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു പൈപ്പ് എന്നൊക്കെ പറയാവുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു നീണ്ട ഒരു സ്ട്രക്ചർ നമുക്ക് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ. ശരിക്കും അന്നത്തെ ആളുകൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ ചിന്തിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് കേട്ടോ ഇത്. ചിലപ്പം രാജകൊട്ടാരത്തിലോട്ടുള്ള മുഴുവൻ ആവശ്യങ്ങൾക്കും അവർ ഇങ്ങനെ തന്നെ ആയിരിക്കാം വെള്ളം എത്തിച്ചിരുന്നത്. ശരിക്കും ഞാൻ പറയുവാണെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ ഇന്ത്യൻസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു.